മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തൃപ്തിയായി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഏതാണ് ഇന്നത്തെ തിരിച്ചടികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇത്രമേലൊരു തിരിച്ചടി നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു. അതിൻ്റെ തെളിവായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ഒരു വോട്ടിനിട്ടിരുന്നു. വോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 ഓപ്ഷൻ കൊടുത്തു, എന്നിട്ടൊരു ചോദ്യം ഇട്ടു. 2024 കേന്ദ്ര ബജറ്റിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും. 619 വോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചത് എന്തായാലും താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയായിരുന്നു. കാരണം ഒളിഞ്ഞും തെളിഞ്ഞും ഈ ഒരു വർധനവ് അഥവാ നമ്മൾ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്കൊരു തിരിച്ചടി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ആ വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും മാർക്കറ്റ് താഴേക്ക് പതിക്കാനായിരുന്നു സാധ്യത. അത് തന്നെ സംഭവിച്ചു. എന്നാലും നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം എന്താണ് ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് എന്താ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവസാനം പറയാം. അതിനിടയിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത് 4 ദിവസം മുമ്പ് 2024 കേന്ദ്ര ബജറ്റിൽ മാർക്കറ്റ് എങ്ങനെ പ്രതികരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റ് താഴേക്ക് പതിക്കും എന്നതായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. രണ്ടാമത് കൊടുത്തത് മാർക്കറ്റ് മുകളിലോട്ട് കുതിക്കും. ഇതിനോടകം മാറ്റം വന്നു കഴിഞ്ഞു. അഥവാ ഇതിൻ്റെയൊക്കെ പുകമറകൾ സൃഷ്ടിച്ചു വരുന്ന അല്ലെങ്കിൽ വലിയ പോസിറ്റീവ് ഹൈപ്പൊക്കെ വന്നിട്ട് അതെല്ലാം നേരിട്ട് കഴിഞ്ഞു എന്നതായിരുന്നു. നെക്സ്റ്റ് പ്രത്യേക ചലനം സൃഷ്ടിക്കാൻ സാധ്യതയില്ല. സർവകാല റെക്കോർഡ് മറികടന്ന് പോകുമെന്നതാണ്. പക്ഷേ ഇതിലേറ്റവും കൂടുതൽ വോട്ട് നിങ്ങൾ കാണുന്നുണ്ടാകും സ്ക്രീൻഷോട്ട്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് മേലോട്ട് കുതിക്കുമെന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ഓപ്ഷനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ ഞാൻ എന്തോ എന്നറിയില്ല, നമ്മുടെ ഈ ഒരു STT വർദ്ധിപ്പിക്കാനുള്ള സാധ്യത എങ്ങനെ വന്നാലും ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയ സ്ഥിതിക്ക് മാർക്കറ്റ് താഴേക്ക് പതിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ നമുക്കത് റെക്കമെൻഡ് ചെയ്ത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ, നമ്മൾ സെബിയുടെ ഒരു അനലിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് പതിച്ചു എന്നുള്ളത് കൃത്യമായ ധാരണയും വന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായി. മാർക്കറ്റ് താഴേക്ക് പതിക്കും എന്നുള്ള ഒരു കണ്ടീഷനിൽ ഓപ്ഷനിൽ 25% 610 മെമ്പേഴ്സ് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയതിൽ 25% പേരാണ് രേഖപ്പെടുത്തിയത്. മാർക്കറ്റ് മുകളിലോട്ട് കുതിക്കുമെന്നാണ് 46% ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. പക്ഷേ തിരിച്ചടി വന്നു കഴിഞ്ഞു. എന്തായിരുന്നു ഇന്നത്തെ തിരിച്ചടിക്ക് മെയിനായിട്ടുള്ള കാരണമെന്ന് നോക്കാം. നമുക്കറിയാം വിപണി തിരിച്ചടി കാരണം STTയുടെ വർധനവ് തന്നെയാണെന്ന്. എന്താണ് STT അതൊന്നുകൂടി പറയാം. നമുക്കറിയാം ഏറ്റവും ചെറിയ ഫണ്ട് കൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ അഥവാ ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ എടുക്കും, അതുപോലെ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. അതിൻ്റെ പ്രീമിയം കൊടുത്തിട്ട് നമ്മൾ ബൈ ചെയ്ത് വെക്കും, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കും. ഇങ്ങനെ നമ്മൾ പൈസ ഉണ്ടാക്കാറുണ്ട്, ഇന്നും ഉണ്ടാക്കിയവരുണ്ട്. എന്നിരുന്നാലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള അക്കൗണ്ട് 9 എണ്ണത്തിൽ നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. പക്ഷേ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നേരെ ഈ ഒരു ഓപ്ഷൻ നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കൊരു തിരിച്ചടിയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താ തിരിച്ചടി എന്ന് ചോദിച്ചാൽ, ഫ്യൂച്ചറുകളുടെയും ഓപ്ഷനുകളുടെയും മേലുള്ള സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ STT വർദ്ധിപ്പിച്ചതായി ധനമന്ത്രിയുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് എങ്ങനെയായിരുന്നു നേരത്തെ, ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ്. വർധനവ് എന്ന് കാണുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് നോക്കാൻ പറ്റുമ്പം ചെറിയ വർധനവായിട്ട് തോന്നുള്ളൂ. പക്ഷേ അത് വല്ലാത്തൊരു വർധനവാണ്. കാരണം നമുക്കറിയാം വാങ്ങി വിറ്റു, വീണ്ടും വാങ്ങി വീണ്ടും വിറ്റു, ഈ രീതിക്കാണ് നമ്മൾ പല ട്രേഡും എടുക്കാറുള്ളത്. കാരണം വാങ്ങിയത് ഏതായിരുന്നാലും മുകളിൽ വന്ന സ്ഥിതിക്ക് എന്തായാലും അടുത്ത പുട്ട് ഓപ്ഷൻ കയറും എന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു മൊമെൻറ്റിൽ അങ്ങനെ അറിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ രീതിക്ക് ചെയ്യുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എങ്ങനെയായാലും വാങ്ങലും വിൽക്കലും നടക്കുമ്പോൾ ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് നല്ല രീതിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അഥവാ ഫ്യൂച്ചറുകളുടെ STT 0.01225% ആയിരുന്നു ആദ്യം. അത് ഒന്നുകൂടി പറയാം, 0.01225% ആയിരുന്നു ആദ്യം. അതിൽ നിന്നാണ് 0.02 എന്ന നിലവാരത്തിലേക്ക് ഈ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സിനെ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. കേൾക്കുമ്പോൾ വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ വളരെ നേരിയ ഒരു വർധനവേ വരുത്തിയിട്ടുള്ളൂ എന്ന് തോന്നും. പക്ഷേ അനുഭവത്തിൽ വരുമ്പോൾ വലിയൊരു തുക ആ ബേസിൽ നമുക്ക് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ടാക്സായിട്ട് നമുക്ക് അങ്ങോട്ട് പോകും. രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിലും കയ്യിൽ ക്യാഷ് നിൽക്കില്ല എന്ന് ചുരുക്കം. ഓപ്ഷനുകളുടെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ 0.0625 ആയിരുന്നു നേരത്തെ ആ ഒരു ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ ആ ഒരു ടാക്സ്.
അതിൽ നിന്നാണ് 0.10% ഉയർത്തിയത്. വളരെ കുറഞ്ഞത് എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല രീതിക്കുള്ളൊരു വർധനവ് വന്നിട്ടുണ്ട്. ഇത് എല്ലാവർക്കും തിരിച്ചടിയാകും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്റ്റോക്ക് വാങ്ങി വിൽക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വിൽക്കുന്ന ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ടെൻഷനും അടിക്കേണ്ട. പക്ഷേ ഈ ഒരു ടെൻഷൻ വരുന്നത് ആർക്കാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്ന ആളുകൾക്കാണ്. നല്ല രീതിക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾക്ക് അതിനി പറ്റില്ല എന്നല്ല, ഉണ്ടാക്കിയ ലാഭത്തിൽ നിന്ന് അല്പം അധികം ടാക്സ് ആയിട്ട് പിടിക്കും. STT എന്ന സംഭവം വർദ്ധിപ്പിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ആകെ ഒരു ശോകമുഖമായ രക്തക്കളം ഉണ്ടായത്. ചുവന്ന് തുടുത്ത മാർക്കറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിഫ്റ്റി 50 ക്ലോസ് ചെയ്യുമ്പം 236.85% നോക്കുകയാണ്. 0.97% ടുഡേ ലോ പോയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ഇടിവ് തന്നെയാണെന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈകുന്നേരം നിങ്ങൾക്ക് മെയിലിൽ വരും. ആ മെയിലിൽ വന്നിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എത്രയാണ് STT പിടിച്ചിട്ടുള്ളത്. STT മീൻസ് അതിൻ്റെ ഫുൾ ഫോം സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്നാണ്. അത് എത്ര പിടിച്ചോ എന്നുള്ളതും നേരത്തെ മെയിലൊന്ന് ചെക്ക് ചെയ്യുക. നേരത്തെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഈ ഒരു പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പായിട്ട് 0.0125% നമുക്ക് 1 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലെത്രയാണ് പിടിച്ചെന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൻ്റെ വേരിയേഷൻ ഇത്ര ഭീമാകാരമായിരുന്നോ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് അതുപോലെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, പറ്റുമെങ്കിൽ നല്ല രീതിക്ക് ആ കണ്ടും കേട്ടും മാത്രം എടുക്കുക. അത് സ്റ്റോക്ക് എടുക്കലായിരിക്കും കുറേയും കൂടി ബെറ്റർ എന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്. കാരണം നല്ല രീതിക്ക് ഉയർച്ച വരുമ്പം നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ ഒരു 500 എണ്ണം, ഈ 500 എണ്ണം എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി 800 രൂപയുടെ ഒരു സ്റ്റോക്കാണ് വാങ്ങിയെങ്കിൽ അവിടെ തന്നെ 4 ലക്ഷം രൂപയുടെ വാങ്ങൽ വിൽക്കൽ 8 ലക്ഷം രൂപ ഈ ഒരു സംഭവം നടന്നു. നമ്മൾ വാങ്ങുന്നത് വെറും 500 ക്വാണ്ടിറ്റി ആയിരിക്കും. പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയം കൂടുതലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷേ ഇത് 1-2 തവണ വിൽക്കലും വാങ്ങലും നടക്കുമ്പോഴേക്ക് കോടി ഉറുപ്പികയുടെ മുകളിലേക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ മാറും. അപ്പോൾ അതിന് നല്ല രീതിക്കൊരു ട്രാൻസാക്ഷൻ ടാക്സ് ആയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പിടിക്കും. നേരത്തെ ഫ്യൂച്ചറുകളുടെ ടാക്സ് എന്ന് പറയുക STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത് 0.0125 ആയിരുന്നു. അതിൽ നിന്ന് പെടുന്നതിനെ ഏറ്റവും വലിയ ഹൈയിലേക്ക് കൊണ്ടുവന്ന് 0.02% ആക്കി. ഓപ്ഷനുകൾ 0.0625%-ൽ നിന്ന് 0.10 കൊണ്ടുവന്നു. ഇത് നല്ല രീതിക്ക് നമ്മുടെ പൈസ ടാക്സ് ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള മനസ്സിലാക്കുക. അത് തന്നെയാണ് മാർക്കറ്റിനെ ഈ ഒരു അർത്ഥത്തിലേക്ക് താഴേക്ക് കൊണ്ടുവരാനുള്ള ഒരവസ്ഥാവിശേഷം ഉണ്ടായത്. എന്നാൽ നമ്മുടെ വോട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റേത് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളാകുന്ന നോക്കുന്നില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല ഫ്യൂച്ചേഴ്സ് ആർട്ടിക്കിളും ഉണ്ടായിരുന്നു. ഇനി വരുന്ന ആ ഒരു ബജറ്റിൽ എങ്ങനെയായാലും ടാക്സ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ വർധനവ് എന്നൊക്കെയായിരുന്നു കേട്ടത്, പക്ഷെ അത്ര വലിയ വർധനവൊന്നും ഇപ്പോൾ കാണുന്നുമില്ല. പക്ഷേ ഈ ഒരു വർധനവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു വർധനവാണെന്ന് മനസ്സിലാക്കുക. മറ്റ് വീഡിയോകളിൽ പുതിയ സ്റ്റോക്കുകൾ ഓവർവ്യൂ നമുക്ക് സംസാരിക്കാം. ഇതേതായിരുന്നാലും നിങ്ങളുടെ ഒരു മനസ്സിലിരിക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും ഇന്ന് അങ്ങനെ ഇടിച്ച് തകരുന്ന് വീഴാനുള്ള കാരണം ഇതാണെന്നുള്ള ഒരു ഓർമ്മയിലിരിക്കട്ടെ എന്ന് മനസ്സിലാക്കിയൊരു വീഡിയോ ചെയ്തതാണ്. മറ്റു വീഡിയോയിൽ എല്ലാവർക്കും നമുക്ക് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.